ഹലോ, കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞങ്ങളിവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ ഷോപ്പിങ്ങിനും ഡൈനിങ്ങിനുമായിട്ടുള്ള ഒരുപാട് സ്റ്റോറുകൾ, ഏകദേശം 52ഓളം സ്റ്റോറുകൾ ഈ സെൻട്രൽ മാളിൽ തന്നെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യം പോയത് ഈ 2 ഡിഗ്രി ഷോപ്പിലേക്കാണ്. ഈ ഷോപ്പിൽ $2 വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. $2 എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നാട്ടിൽ ഏകദേശം 100 രൂപയുടെ അടുത്ത് വരും. അതല്ലാതെയും ഒരുപാട് സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട്. കുറേ ഡെക്കോർ ഐറ്റംസും കുറേ ഗിഫ്റ്റ് ഐറ്റംസും കളറിങ് ക്രാഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ വാങ്ങി. അതിനുശേഷം ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോയി. ഞങ്ങൾ വെയർ ഹൗസിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് വല്ല ക്ലിയറൻസ് സെയിൽ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ക്രിസ്മസ് അല്ലേ, എല്ലാ കടകളിലും ഓഫറുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെയർ ഹൗസിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവരുടെ ഓപ്പോസിറ്റായിട്ട് ഒരു ക്രിസ്മസ് ഏരിയ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. കുട്ടികൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വെയർ ഹൗസിലേക്ക് പോയി. കുറഞ്ഞ വിലയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ന്യൂസിലാൻഡിൽ തന്നെ ഏറ്റവും വലിയൊരു 1 സ്റ്റോപ്പ് ഷോപ്പാണ് വെയർ ഹൗസ്. ഇവിടെ നമുക്ക് കുറേ ഡ്രസ്സ്, കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, ഹോം ഗാർഡൻ ഐറ്റംസ്, പിന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെ പല സാധനങ്ങളിലും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് ടോയ്സും പിന്നെ കുറച്ച് ഡ്രസ്സും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തു. പിള്ളേർക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അവർക്ക് അവിടെ നിൽക്കണമെന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ സാൻഡ ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ സാൻഡയുടെ കൂടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു സാൻഡേനെ കണ്ടപ്പോൾ. ഞങ്ങൾ കണ്ട സാൻഡോ റിയൽ സാൻഡോ പോലെ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. സാൻഡയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് മഴക്കാറ് പോലെ കാണാണ്ട്, വെയിലില്ല, അതുകൊണ്ട് നടക്കാനുള്ള സുഖം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പെഡസ്ട്രിയൻ ക്രോസിംഗ് ബട്ടൺസ്. ഇതിൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം സിഗ്നലിൽ ഗ്രീൻ വന്നാൽ മാത്രമാണ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ സ്റ്റാർബക്സും കുടിച്ചിട്ട്